കൺവെൻഷനലായിട്ട് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിനൊക്കെ വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നൊക്കെ പിന്നെ അങ്ങനെ ചെയ്യുമെന്നൊക്കെ വാഗ്ദാനം നൽകിയൊക്കെയാണല്ലോ വിജയൊക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതും സർക്കാർ രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവർ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പഴയ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന അതേ മാതൃകയിലുള്ള നടപടിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തലമുറയെ ഞാൻ പറഞ്ഞ ഈ ചാനലിനല്ല, പുതിയ തലമുറയെ മനസ്സിലാക്കി വരുന്ന ഒരാളെന്ന് നമ്മൾ കരുതിയ ആളാണ് പുതിയ തലമുറ എന്ന് പറയുന്ന ചാനലിനെ തന്നെ എടുത്തു കളയുന്നത്. അതും എവിടെ നിന്നാണ്? സർക്കാർ സ്പോൺസർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള ഈ പറയുന്ന കേബിൾ നെറ്റ്വർക്ക്സ്. അതെങ്ങനെയാണ്? അത് ജനങ്ങൾ നികുതി പണത്തിൽ നിന്ന് കൂടി എടുത്തിട്ടുള്ള ഒരു ചാനൽ, ഒരു സംവിധാനമാണത്. പിന്നെ നമ്മളിവിടെ കാണുന്ന പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കേബിൾ നെറ്റ്വർക്ക് അല്ല, അത് സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ളതാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. വിജയുടെ സ്വന്തം പിന്നെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ പോട്ടെ, അത് അദ്ദേഹത്തിന്റെ മുതലാളി എന്ന നിലയിലുള്ള തീരുമാനം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. സൺ ടി വി ഇല്ലേ, SCV എന്ന് പറഞ്ഞ കേബിൾ നെറ്റ്വർക്ക് ഉണ്ട്, അത് ജയ ടി വി ഒക്കെ ഇതുപോലെ തടയുമായിരുന്നു. അത് അവർക്ക് അവരുടെ സ്വന്തം നിലയ്ക്കുള്ള ഇതാണല്ലോ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങേയറ്റത്തെ ഒരു തെറ്റായ നടപടിയാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിന് കുറച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ സർക്കാർ ചെയ്ത അതേ പരിപാടിയാണ്. സ്റ്റാലിൻ സർക്കാർ ഒരു ഘട്ടത്തിൽ പുതിയ തലമുറ അതിൽ നിന്ന് എടുത്തു മാറ്റിയതാണ്. ഇമ്മീഡിയറ്റ്ലി അത് അവർക്ക് റദ്ദാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതേ സംഗതി ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലും ചിന്തയിലും ഒക്കെ വരുന്നതെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. കാരണം വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, എന്നെ ജനാധിപത്യത്തിൻ്റെ അത്യുന്നത മൂല്യങ്ങൾ പിന്നെ പുതിയ തലമുറയിൽ നിന്ന് ആർജിച്ചു വരുന്ന പുതിയൊരു പിന്നെ കാലഘട്ടത്തിൻ്റെ വക്താവായിട്ടൊക്കെ വരുന്ന ആളുകൾ ഉടനെ ഇങ്ങനെ ഒരു ചെറിയൊരു സംഗതി വരുന്ന ഉടനെ തന്നെ ഇതങ്ങ് എടുത്തു കളയുക എന്നൊക്കെ പറയുന്ന മണ്ടത്തരം. അപ്പം അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സ്വേച്ഛാധിപതികൾ ഈ പുതിയ തലമുറയിൽ നിന്ന് വരുന്ന രാഷ്ട്രീയക്കാരിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതുപോലെ വേണ്ടത്ര രാഷ്ട്രീയ വിദ്യാഭ്യാസമോ പരിശീലനമോ ഒന്നും കിട്ടാതെയൊക്കെ ഇതിലേക്ക് കയറി വരുന്ന, എന്നാൽ വലിയ ആരാധക വൃന്ദമൊക്കെയുള്ള ആളുകളുടെ ഉള്ളിലും എന്നെ അങ്ങനെ നിങ്ങൾ പറയാൻ നിൽക്കണ്ട, എനിക്ക് എൻ്റെ കയ്യിലൊരു അധികാരമുണ്ട്, എന്നാൽ ഇത് കിടക്കട്ടെ എന്ന രീതിയിൽ റിയാക്ട് ചെയ്ത് കളയാമെന്നൊരു വ്യാമോഹമൊക്കെ അവരുടെ ഉള്ളിലും ഉണ്ട്. ഒരു സ്വേച്ഛാധിപത്യ വ്യാമോഹം അല്ലേ, കുറച്ച് അങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയമുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ഇല്ലാതാവും. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഇദ്ദേഹം ഭരണഘടനയൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണല്ലോ, എന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ വിശ്വസിച്ച് ആ മാർഗത്തിലൂടെ വിജയ് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചെയ്യേണ്ടത്.